ഈഴവരുടെ അപ്പോസ്തലനാണെന്ന് പറഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിന്ന് വർഗീയത പറയുകയാണ്. പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയതിനു ശേഷം നമ്മുടെ കടം കൂടിയിട്ടുണ്ട് എന്ന് രേഖകളിൽ വ്യക്തമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നുള്ളത് UDF സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. അതിന് ഏതറ്റം വരെ അവർ പോകും. ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനറായി അധികം കഴിയാതെ രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങും. അപ്പം ഈ രാജ്യത്ത് ഏറ്റവും അധികം പാവങ്ങൾക്ക് സൗജന്യം കൊടുക്കുകയും സബ്സിഡി കൊടുക്കുകയും ചെയ്തിട്ടുള്ള സർക്കാരാണ് കോൺഗ്രസ് സർക്കാർ. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനസമ്പർക്ക യാത്ര എന്നൊരു പരിപാടി എത്രത്തോളം പാവങ്ങൾക്ക് ഗുണം ചെയ്ത പരിപാടിയായിരുന്നു. അതിനെ മുഴുവൻ ഷോ എന്നും നാടകമെന്നും ഒക്കെ തള്ളിപ്പറഞ്ഞ CPMകാർ ഒടുവിൽ അതിനെ അനുകരിച്ച് നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു ബസ്സും വാടകയ്ക്കെടുത്ത് നമ്മുടെ നികുതിപ്പണം പുട്ടടിച്ച് ഇവിടെ കുറേ കാര്യങ്ങൾ കാണിച്ചിരുന്നു. കേരളത്തിൽ UDFന്റെ ഒരു വലിയ കുതിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും. കേരളത്തിൽ കളം പിടിക്കാൻ രാഹുൽ ഗാന്ധി ഏത് വിധേനയും കേരളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മുഴുവൻ പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി വരികയാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആദ്യം ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികത്തിൽ കൊല്ലം ആശ്രമ മൈതാനത്തെത്തുന്നു. പിന്നീട് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്രയുമായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നു. അങ്ങനെ അവിടെയും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഇതിനിടയിൽ തന്നെ ഒരു കാര്യം, അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ തെലുങ്കാനയും കർണാടകയും പിടിച്ചെടുത്തതുപോലെ തന്നെ കേരളവും എടുക്കാനുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഉദ്ദേശം നടക്കുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത്. അപ്പം ഇത്തരം ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പ്രചാരണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് എത്രത്തോളമാണ് അതായത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്? രേഷ്മ, കേരളത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളത് UDF സംബന്ധിച്ച് ഇപ്രാവശ്യം ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാവുന്ന നിലയിൽ തന്നെയാണ്. അതായത് ഇത്തവണ കേരളത്തിൽ അധികാരം പിടിച്ചില്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിയും ഉണ്ടാകില്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഉണ്ടാകില്ല. കാരണം BJP കേരളത്തിൽ ശക്തമായി വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഒരു 19-20% അല്ലെങ്കിൽ 25% വരെ വോട്ട് ഷെയർ നേടുക എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം. അതോടൊപ്പം ഒരു 5 സീറ്റ് വരെയൊക്കെ കേരളത്തിൽ പിടിക്കാൻ കഴിയുമെന്ന് BJPയുടെ ദേശീയ സമിതി പോലും അല്ലെങ്കിൽ ദേശീയ നേതൃത്വം പോലും കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ പല നേതാക്കളും 36 സീറ്റ് പിടിക്കും, 40 സീറ്റ് പിടിക്കും, 20 സീറ്റ് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഏറിപ്പോയാൽ ഒരു 2-3 സീറ്റ് കേരളത്തിൽ കിട്ടും എന്നാണ് ജനങ്ങളും കരുതുന്നത്. അപ്പോൾ BJP ഒരു വശത്ത് കേരളത്തിൽ പതിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുടങ്ങി. അതുപോലെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് BJP ശക്തമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അവർക്ക് നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോക്കറ്റുകളിലൊന്നായ കേരളത്തിൽ അവർക്ക് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തേ പറ്റൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല സംസ്ഥാനങ്ങളിലും കുതിരക്കച്ചവടം എന്ന് വിളിക്കാവുന്ന ഡീലുകൾ നടത്തി നിരവധി പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ AICC AICCയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന ടോം വടക്കൻ ഇപ്പോൾ BJPയിലാണ്. അതുപോലെ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് BJPയിലാണ്. അങ്ങനെ പല കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ തന്നെ ഇപ്പോൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ, K കരുണാകരൻ്റെ മകളാണ്, AK ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണി, അദ്ദേഹം BJPയിലാണ്. അങ്ങനെ പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഇങ്ങനെ BJPയിലേക്ക് കൊണ്ടുപോയിട്ട് കോൺഗ്രസ് ശിഥിലീകരിക്കപ്പെടുകയാണെന്നൊരു ട്രെൻഡ് BJP ഓൾറെഡി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അതിജീവിച്ച് കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് കേരളത്തിൽ ഭരണം പിടിച്ചേ മതിയാകും. ഇപ്പോൾ CPMനെ സംബന്ധിച്ചും അതേപോലൊരു പ്രതിസന്ധിയിലാണ് CPMും LDFും ഉള്ളത്. ഇത്തവണ തുടർഭരണം കിട്ടിയില്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും BJP LDFിൽ നിന്നും നേതാക്കളെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ LDF ശിഥിലമാക്കിക്കൊണ്ട് BJP 2ാം സ്ഥാനത്തേക്ക് വരുന്ന വിധത്തിൽ കേരളത്തിൽ പല കൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഹൈന്ദവ വോട്ട് ബാങ്ക് വലിയ തോതിൽ BJP CPMൽ നടത്തിയെടുക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അധികാരം പിടിക്കുക എന്നുള്ളത് LDFനെയും UDFനെയും സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ UDF ഇത്തവണ അതിനുവേണ്ടി കളത്തിലിറക്കുന്നത്, ഇപ്പോൾ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒരു വലിയ യാത്രയൊക്കെ നടത്തി, പുതിയ യാത്ര നടത്തി, വലിയ ജനപ്രാതിനിധ്യമുണ്ടായി. അതേസമയം MV ഗോവിന്ദൻ മാഷ്ടറെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വികസന മുന്നേറ്റ ജാഥ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല.
പക്ഷെ പുതുയുഗ യാത്ര വലിയ വിജയമായിരുന്നു. വലിയ തോതിൽ ആളെ കൂട്ടാനും ജനപങ്കാളിത്തം കൊണ്ടുവരാനും ഒക്കെ പരിപാടിക്ക് സാധിച്ചു. എതിരാളികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നൊരു യാത്ര തന്നെയായിരുന്നു അത്. അപ്പോൾ ആ യാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമാകുന്നു എന്ന പ്രകടമായ സൂചന ലഭിച്ചു. അതായത് രാഹുൽ ഗാന്ധി ആദ്യം വന്നത് രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിജിയും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ശിവഗിരി മഠം, വർക്കല ശിവഗിരി മഠം സംഘടിപ്പിച്ച പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി ആശ്രാമം മൈതാനത്ത് നടത്തിയപ്പോൾ അത് ജനപങ്കാളിത്തം കൊണ്ട് വലിയ വിജയമായിരുന്നു. അപ്പോൾ അവിടെ മതനിരപേക്ഷതയുടെ ഒരു സന്ദേശമാണ് കോൺഗ്രസ്, രാഹുൽ ഗാന്ധി ഒക്കെ ഉൾപ്പെട്ട ആ ചടങ്ങ് മുന്നോട്ട് വെച്ചത്. അതെന്തായിരുന്നു? അവിടെ മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഹൈന്ദവ സ്വാമിമാരുണ്ടായിരുന്നു, ഇവരെയൊക്കെ ആദരിക്കുന്ന പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മതങ്ങളും ഇവിടെ ഒന്നാണെന്ന മതനിരപേക്ഷതയുടെ സന്ദേശം ഈ പറയുന്ന ഈഴവ ജനവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടിയിൽ വിളിച്ചോതുകയാണ്. അപ്പോൾ അതിന് മതനിരപേക്ഷ മുദ്രാവാക്യവും സ്നേഹവും സാഹോദര്യവും മുന്നോട്ട് വയ്ക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഉദ്ഘാടകനായി വരേണ്ടത് എന്ന് കേരളം തീരുമാനിക്കുകയാണ്, അതിൻ്റെ സംഘാടകർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല, മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ അടയാളമെന്ന് രാഷ്ട്രീയപരമായി തെളിയിക്കുകയായിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒക്കെ ഈ പരിപാടിയിലൂടെ. മറുവശത്ത് നോക്കുക, ഈഴവരുടെ അപ്പോസ്തലനാണെന്ന് പറഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിന്ന് വർഗീയത പറയുകയാണ്. അയാളെ ഈഴവരുടെ പ്രതിനിധി എന്ന നിലയിൽ CPM ഏറ്റെടുക്കുകയാണ്, പിണറായി വിജയൻ ഒപ്പം നടത്തുകയാണ്. അന്ധമായ മുസ്ലിം വിരോധം അയാൾ പറയുന്നത് ശരിയാണ് എന്ന നിലയിൽ CPM നേതാക്കൾ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് കമ്മ്യൂണലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പോളറൈസേഷൻ, വോട്ട് പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി LDF വെള്ളാപ്പള്ളിയൊക്കെ ആ വിധത്തിൽ ഉപയോഗിച്ച് കമ്മ്യൂണൽ ഒരു ഹാർമണി തകർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വർഗീയത ആളിക്കത്തിച്ച് ഈഴവ സമുദായത്തിൻ്റെ, ഹൈന്ദവ സമുദായത്തിൻ്റെ വോട്ട് പിടിക്കാൻ LDF ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് അതേ ഈഴവ സമുദായങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള വർക്കല ശിവഗിരി മഠം നടത്തുന്ന പരിപാടിയിൽ കോൺഗ്രസ് ഇതൊരു മതനിരപേക്ഷ സമ്മേളനമാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു സമ്മേളനമായിട്ട് ഇതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മതനിരപേക്ഷതയെ പ്രോത്സാഹിപ്പിക്കുക, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുക, സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുക എന്ന നിലയിലായതുകൊണ്ട് തന്നെ അപ്പോൾ ആ വേദിയിൽ വെച്ച് കേരള സ്റ്റോറിക്കെതിരെ രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി നടത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ, കേരളത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇനീഷ്യൽ ഈ കമ്മ്യൂണൽ വിഷയങ്ങൾ മുൻനിർത്തി അല്ലെങ്കിൽ വർഗീയത ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവർക്കിടയിൽ ഒരു വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ അവരെ കോൺഗ്രസിനൊപ്പം നിർത്താൻ കോൺഗ്രസിന് ഈ പരിപാടിയിലൂടെ സാധിക്കുന്നുണ്ട്. അതിനുശേഷം പുതിയ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ട് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വലിയ വിഷയമാണ് മുന്നോട്ട് വെച്ചത്. അതായത് കേരളത്തിൽ കർണാടകയിലെ പോലെ തെലങ്കാനയിലെ പോലെ നിരവധി സൗജന്യങ്ങൾ, ന്യായ് പദ്ധതികൾ, ഇത് കർണാടകയിലും തെലങ്കാനയിലും വിജയിച്ച പദ്ധതികളാണ്. അപ്പോൾ അത് സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ യുവതികൾക്ക് മറ്റ് കോളേജുകൾ പഠനം പൂർത്തിയാക്കിയ യുവതികൾക്ക് സ്റ്റൈപ്പൻഡ് പോലുള്ള സംവിധാനങ്ങൾ, ഇൻഷുറൻസ്, അങ്ങനെ കുറേയുണ്ട്. ഈ ന്യായ് പദ്ധതി എന്ന് പറയുന്നത് തെലങ്കാനയിലും കർണാടകയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന് ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതോടെ CPM ഹാലിളകിയിരിക്കുകയാണ്. ഇപ്പോൾ CPM പറയുന്നത് ഇങ്ങനെ വന്നാൽ ഒരുപാട് കടം മേടിക്കേണ്ടി വരും, ഒരുപാട് സൗജന്യം കൊടുത്താൽ കോർപ്പറേഷൻ പൂട്ടേണ്ടി വരും, ഇതൊക്കെയാണ് ഇവർ പറയുന്ന ന്യായം. നോക്കുക, കേരളത്തിൽ ഏറ്റവും അധികം കടം മേടിച്ച് മുന്നോട്ട് പോകുന്ന, മദ്യവും ലോട്ടറിയും വരുമാനമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണിത്. ഈ സർക്കാർ കടം മേടിക്കാത്ത സർക്കാരൊന്നുമല്ല. പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയതിനു ശേഷം നമ്മുടെ കടം കൂടിയിട്ടുണ്ട് എന്ന് രേഖകളിൽ വ്യക്തമാണ്, അങ്ങനെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കടം മേടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ തള്ളുന്നതെങ്കിൽ സമ്മതിക്കാം. ഇവിടെ കടം മേടിച്ച് മുടിഞ്ഞ ഒരു സ്റ്റേറ്റ്, ഇനിയും കടം വേണമെന്ന് കേന്ദ്രത്തിന് മുന്നിൽ പോയി പറയുന്ന ഒരു സർക്കാരാണ് ഇവിടെ രാഹുൽ ഗാന്ധി സൗജന്യങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നിട്ട് പറയുകയാണ് കർണാടകയിലും തെലങ്കാനയിലും ഒന്നും ഈ പദ്ധതി ഇപ്പോൾ നടപ്പാവുന്നില്ല, നേരെ ചൊവ്വേ അവിടെ കടം കൂടുകയാണ്, അവിടെ പ്രശ്നമാണ്. അവിടെ ഒന്നും ഒരു പ്രശ്നവും ഉള്ളതായിട്ട് ഒരു തരത്തിലുള്ള വിവരവും പുറത്തു വന്നിട്ടില്ല. അവിടെ ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ അത് ബാധ്യതയാകുന്നുണ്ട്. ആ ബാധ്യതകൾ നികത്താനുള്ള മറ്റു പല വരുമാന സ്രോതസ്സുകളും അവിടെ കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല
രാഹുൽ ഗാന്ധി ഈ ഒരു പൊതുയുഗ സമ്മേളനത്തില് തന്റെ പാർട്ടി നിലപാട് പൊതുയുഗ യാത്രയില് പാർട്ടി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് നേരത്തെയൊക്കെ ഇന്ത്യ മുന്നണി ഒപ്പമുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അത്തരം നീക്കങ്ങൾ അവരില്ല അല്ലെങ്കിൽ അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കാണ് എന്നുള്ള രീതിയിലേക്ക് സ്വന്തം നിലപാട് വ്യക്തമാക്കി വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പുതുയുഗ യാത്രയിൽ നമ്മൾ ആദ്യം തൊട്ട് കണ്ടതാണ് എത്രത്തോളമാണ് ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഇപ്പൊ 2-3 സീറ്റേ കിട്ടത്തോളെങ്കിലും ബാക്കി നിൽക്കുന്നത് CPM ആണ് അല്ലെങ്കിൽ LDF ആണ്. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത തിരിച്ചടിയായി മാറത്തില്ല. അല്ല, കേരളത്തിൽ ഒന്നാമത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലില്ല. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPM പലപ്പോഴും കേരളത്തിൽ ശക്തമായിട്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ല. ദേശീയ തലത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് തുരങ്കം വെക്കാൻ പലപ്പോഴും CPM ശ്രമിക്കുന്നുണ്ടെന്നുള്ള ആരോപണം അവർക്ക് വിഷമാവരുതെന്ന് കരുതിയിട്ട് അങ്ങനെ ഇതുവരെ രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു BJPനെ അറ്റാക്ക് ചെയ്തതുപോലെ ഒരു CPMനെ അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് കടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. അതിന് ഏതറ്റം വരെ അവർ പോകും. പിന്നെ സംഭവിക്കാൻ പോകുന്നതോടി പറയാം, രാഹുൽ ഗാന്ധി സജീവ സാന്നിധ്യമാകും. ഇപ്പൊ സാധാരണഗതിയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്, അതിന്റെ പേരിൽ കോൺഗ്രസിൽ തർക്കം. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ പറയുന്ന VD സതീശനും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിവലി കൂടുന്നു. അവർ തമ്മിൽ വലിയ തർക്കമാണ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴത്തേനും കോൺഗ്രസിനെതിരെ CPMന്റെ PR എടുത്ത സർക്കാരിന്റെ പരസ്യം വാരിക്കോരി വാങ്ങിച്ചിട്ടുള്ള പല മാധ്യമങ്ങളും പല അജണ്ടകളും ഇറക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് യുവമാർക്ക് വോട്ട് ചെയ്തിട്ട് എന്തിനാണ്, അവർ തമ്മിലൊരു ഒത്തൊരുമയില്ല, അതുകൊണ്ട് CPMനെ തന്നെ വോട്ട് ചെയ്തേക്കാമെന്ന് തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് CPM കരുതുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അനൈക്യം കോൺഗ്രസിലുണ്ട് എന്ന പ്രചാരണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനറായി അധികം കഴിയാതെ രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങും. രാഹുൽ ഗാന്ധി സജീവമായി കേരളത്തിലുണ്ടാകും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ജാഥകളും പൊതുയോഗങ്ങളും ഒക്കെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി നമ്മൾ കണ്ടതുപോലെ ജനങ്ങളെ മുഴുവൻ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു വലിയ യാത്ര അല്ലെങ്കിൽ വലിയൊരു ക്യാമ്പയിൻ കേരളം കാണാൻ പോവുകയാണ്. KC വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വലിയ ബൃഹത് ക്യാമ്പയിൻ. ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിലും തെലങ്കാനയും ഒക്കെ നടക്കുന്നതിന് മുമ്പാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആദ്യഘട്ടം കടക്കുന്നത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഭാരത് ജോഡോ യാത്ര രണ്ടാം ഭാഗം വന്നു. 400 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച BJP 293 വീണു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ യാത്രയും അദ്ദേഹം രാജ്യത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച ഈ ന്യായ് പദ്ധതികളും ഒക്കെയാണ്. ഈ സൗജന്യം കൊടുക്കുന്നത് ഒരു വലിയ തെറ്റാണ് എന്ന നിലയിൽ ഇവിടെ BJPയും CPM ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവർ ഭരിക്കുന്ന നാടുകളിലും ഈ സൗജന്യങ്ങൾ ഉണ്ടെന്നേ. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് 10,000 രൂപ വെച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ സർക്കാർ കൊടുത്തത്. ഇവിടെ ഈ CPM ഭരിക്കുന്ന കേരളത്തിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ തലയിൽ കൈവച്ചു പോകുന്ന തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പെൻഷൻ കൂട്ടിയ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. ഇത്രയും കാലം കൂട്ടാതിരുന്ന പെൻഷൻ ലാസ്റ്റ് കൂട്ടാണ്. അപ്പൊ ഇതൊക്കെ കണ്ട ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇതും ഈ പ്രഖ്യാപനങ്ങളുടെ ഭാഗമല്ലേ, സൗജന്യം കൊടുക്കലിന്റെ ഭാഗമല്ലേ? അപ്പൊ ഇവര് ചെയ്യുമ്പോൾ ഗംഭീരം, ബാക്കിയുള്ളവർ അതേക്കുറിച്ച് പറഞ്ഞാൽ മോശമെന്ന് പറയുന്നത് എങ്ങനെയാ? വേറൊരു കാര്യം അറിയോ രേഷ്മ, ഈ രാജ്യത്ത് ഏറ്റവും അധികം പാവങ്ങൾക്ക് സൗജന്യം കൊടുക്കുകയും സബ്സിഡി കൊടുക്കുകയും ചെയ്തിട്ടുള്ള സർക്കാരാണ് കോൺഗ്രസ് സർക്കാർ. 1ാം UPA സർക്കാർ, 2ാം UPA സർക്കാർ. ഏറ്റവും ഒടുവിലത്തെ ഓർമ്മ പറയാം, ആ കാലഘട്ടങ്ങളിൽ പോലും ഇവിടുത്തെ കർഷകർക്ക് വളത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു. ഇന്ധനവില കുറയുന്നത് എണ്ണ കമ്പനികൾക്ക് സബ്സിഡി കൊടുത്തിട്ടാണ്. അതായത് എണ്ണ കമ്പനികൾ എണ്ണവില കുറച്ച് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ബാധ്യത, അപ്പോൾ എണ്ണ കമ്പനികൾക്ക് വരുന്ന ബാധ്യത കേന്ദ്രം നികത്തുമായിരുന്നു. ഇവിടെ ടോൾ എന്ന് പറയുന്ന സംവിധാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സബ്സിഡികൾ മുഴുവൻ നിർത്തലാക്കിയിട്ട് ആ പണം ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും വില കൂടുകയാണ്. ഗ്യാസിന് വില കൂടിയത് എത്രയാണ്? സകലതിനും ഈ രാജ്യത്ത് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വിലക്കയറ്റമില്ലാതെ സാധാരണക്കാരന് ചുരുങ്ങിയ ചെലവിൽ ഇന്ധനം അടിക്കാമായിരുന്ന, കൃഷി നടത്താമായിരുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് സൗജന്യങ്ങളും സബ്സിഡികളും കൊടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് ഈ കോൺഗ്രസിൻ്റെ മാറി വന്ന സർക്കാരുകൾ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട്
ഒരു വശത്ത് സബ്സിഡികൾ കൊടുക്കുമ്പോൾ മറുവശത്ത് സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള നിരവധി വിപ്ലവങ്ങൾ, ഹരിത വിപ്ലവം, ധവള വിപ്ലവം, ഇതിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മതി. ഇതൊക്കെ കൊണ്ടുവന്ന കോൺഗ്രസ് സർക്കാരാണ്. അങ്ങനെ ഒരു സുസ്ഥിരമായ ഘടന ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ അംബാനിയും അദാനിയും ശതകോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരുമായിട്ട് അത് കാണിച്ചിട്ട് ഇന്ത്യയുടെ GDP കൂടി, ഇന്ത്യ വലിയ ശക്തിയായി എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സബ്സിഡികളും ചുരുങ്ങിയ ചെലവിലുള്ള സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ഉപജീവനവും കൂടെ നടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള സർക്കാരുകൾ തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകൾ, ഒരു സംശയവും വേണ്ടതിൽ. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനസമ്പർക്ക യാത്ര എന്നൊരു പരിപാടി എത്രത്തോളം പാവങ്ങൾക്ക് ഗുണം ചെയ്ത പരിപാടിയായിരുന്നു. അതിനെ മുഴുവൻ ഷോ എന്നും നാടകമെന്നും ഒക്കെ തള്ളിപ്പറഞ്ഞ CPM-കാർ ഒടുവിൽ അതിനെ അനുകരിച്ച് നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു ബസ്സും വാടകയ്ക്കെടുത്ത് നമ്മുടെ നികുതി പണം പുട്ടടിച്ച് ഇവിടെ കുറേ കാര്യങ്ങൾ കാണിച്ചിരുന്നു. എന്നിട്ട് അതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ആർക്കറിയാം. ആ ബസ് എവിടെയെന്ന് അറിയില്ല. ആ ബസ് ഇപ്പോൾ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്നുണ്ട്. എന്തായി അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, കോൺഗ്രസ് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഇവർ തന്നെ അധികാരത്തിൽ വരുമ്പോൾ ന്യൂട്രലായിട്ട് പേര് മാറ്റി പല രൂപത്തിൽ പല ഭാവത്തിൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗജന്യങ്ങൾ, കൂടുതൽ ഇളവുകളൊക്കെ നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, അല്ലെങ്കിൽ ആ ഒരു പ്രസംഗം, ആ ഒരു ഉറപ്പ്, ന്യായ് പദ്ധതി എന്ന ഉറപ്പടക്കം ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത് കേരളത്തിൽ നടത്താൻ പോകുന്ന പല മുന്നേറ്റങ്ങളും രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു സംശയവും വേണ്ട. എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. കോൺഗ്രസിനെ അനൈക്യം, ഇനി അവശേഷിക്കുന്ന അനൈക്യം കൂടി ഇല്ലാതാക്കി കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം, ഭരണം പിടിക്കുക എന്ന ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഡൽഹിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫും കെ സി വേണുഗോപാലും ഈ പറയുന്ന VD സതീശനും ഒക്കെ അടങ്ങുന്ന പ്രമുഖരായ നേതാക്കൾ AICC-യുമായിട്ട് നിർണായകമായൊരു കൂടിക്കാഴ്ച നാളെ നടക്കുകയാണ്. അത് കഴിയുമ്പോൾ കേരളത്തിൽ UDF-ന്റെ ഒരു വലിയ കുതിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും. രാഹുൽ ഗാന്ധി അടക്കം ദേശീയ നേതാക്കൾ, സച്ചിൻ പൈലറ്റ് കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുപോലെ നിരവധിയായിട്ടുള്ള കേന്ദ്ര നേതാക്കളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ കേരളത്തിലേക്ക് ഉണ്ടാകും. ഒരു അഭിമാന പ്രശ്നമായി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ശിവഗിരി മഠം സംഘടിപ്പിച്ച പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതടക്കം അതിൻ്റെ കൃത്യമായ സൂചനയാണ്. അതൊരു കുതിപ്പിൻ്റെ തുടക്കമായി തന്നെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.